ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു പൊട്ടറ്റോ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഉരുളൻകിഴങ്ങ്, പിന്നെ തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, രണ്ടാം പാലൊക്കെ വേണം. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചേക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സബോള ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്നതും 2 പച്ചമുളക് ഇതുപോലെ ചെറിയതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായി വഴറ്റാൻ തുടങ്ങാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ കറികളൊന്നും വേറെ ഇല്ലെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി സബോള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഇപ്പോൾ അതേ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 1 അല്ലെങ്കിൽ 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് 1 അല്ലെങ്കിൽ 2 സ്പൂൺ. ഈ മസാല ഒന്ന് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ക്യൂബ് പോലെയായിട്ട് അരിഞ്ഞേക്കുന്ന ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു ഉരുളൻകിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് രണ്ടാം പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്തിരി വെള്ളമൊക്കെ ആയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊന്ന് തിളച്ച് നല്ലപോലെ വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒന്നാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം. പിന്നെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാം പാലൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അപ്പവും മസാലപ്പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ